ഈ കരയുക എന്നുള്ളതൊരു മോശം കാര്യമാണ്. അത് കണ്ട് ആസ്വദിക്കുക എന്നുള്ളതൊരു ഫാഷിസ്റ്റ് മെന്റാലിറ്റി കൂടിയാണ്. BJP ഇതിനോട് എങ്ങനെ റെസ്പോണ്ട് ചെയ്യുക എന്നുള്ളതിൻ്റെ ഇത് മനസ്സിലാവണമെങ്കിൽ ഇപ്പോൾ നമ്മളിപ്പോൾ ഇതിൻ്റെ താഴെ വരുന്നൊരു സ്ഥിരം വരുന്നൊരു കമൻ്റ് ഉണ്ടല്ലോ, കരച്ചിൽ തുടങ്ങി കാണാൻ വേണ്ടി മാത്രം അതൊരു നാഷണൽ ടെംപ്ലേറ്റ് ആട്ടോ. ഞാൻ ഇന്നാണത് മനസ്സിലാക്കിയത്. ഇപ്പോൾ അജിംസ് പറഞ്ഞില്ലേ, ദീപാങ്കർ ഭട്ടാചാർജിയുടെ ആ ട്വീറ്റില്ലേ, അതിൻ്റെ താഴെ വന്ന ആദ്യത്തെ കമൻറ്റ് ഇതാണ്, ക്രൈയിങ് സ്റ്റാർട്ടഡ്. ഒരു അമിത്ഷായുടെ പടം DP വെച്ചിരിക്കുന്ന ഒരു ഐഡിയ വന്നിട്ട് ആദ്യത്തെ കമൻറ്റ് ഇതാണ്, ക്രൈയിങ് സ്റ്റാർട്ടഡ് വന്നിട്ട്. അപ്പോൾ ഇത് പിന്നെ IT സെൽ ടൈമാണ്. അതിൽ വേറെ സൈക്കോളജിക്കൽ ആയിട്ടൊരു കാര്യമുണ്ട്. ഈ കരയുക എന്നുള്ളതൊരു മോശം കാര്യമാണ്. അത് കണ്ട് ആസ്വദിക്കുക എന്നുള്ളതൊരു ഫാഷിസ്റ്റ് മെന്റാലിറ്റി കൂടിയാണ്. ഇന്ന് വന്ന മീമുകൾ, ഏറ്റവും അധികം വരുന്ന മീമുകൾ രാഹുൽ ഗാന്ധി കരയുന്നതും അമ്മച്ചിയെ എന്നൊക്കെ വിളിച്ചിട്ട് സോണിയാഗാന്ധിയുടെ ഇത് കൂടിപ്പോകുന്നതിൻ്റെ ഒക്കെ ഇതാണ്. ഇതിലൊരു നോക്കൂ, ഈ രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം പുള്ളി സേഫാണ്. എന്ന് വെച്ചാൽ ഈ H-ഫയലിൻ്റെ പത്രസമ്മേളനത്തിൽ അദ്ദേഹത്തിൻ്റെ അവസാനത്തെ വാചകമാണ് നിഷാദ് നേരത്തെ പറഞ്ഞത്. ഇത് തന്നെയാണ് ബീഹാറിലും സംഭവിക്കാൻ പോകുന്നത്. അപ്പോൾ ബീഹാറിൽ തെരഞ്ഞെടുപ്പിൻ്റെ തലേ ദിവസം രാഹുൽ ഗാന്ധി അത് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ അതൊരു ഭയങ്കര ഡാമേജിങ് ആണ്. കാരണം ആളുകൾ പോയി ഇദ്ദേഹത്തിന് വോട്ട് ചെയ്യാൻ, അല്ലെങ്കിൽ മഹാഗഡ്ബന്ധന് വോട്ട് ചെയ്യാൻ വിചാരിച്ച ആളുകൾ പോയി വോട്ട് ചെയ്യില്ലല്ലോ. കാരണം അതിന് നേതാവ് തന്നെ പറയുകയാണ് ഇത് ഡിസൈഡ്, ഇത് ക്യൂറേറ്റഡ് വേർഡിക്റ്റ് ആണ് എന്ന് അയാൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അപ്പം സാധാരണ രാഹുൽ ഗാന്ധിയെക്കുറിച്ച് വരുന്ന ഒരു ആരോപണം എന്താണ്, തോറ്റതിന് ശേഷം ഇങ്ങനെ കരയുന്നു എന്നുള്ളത്. പക്ഷേ ഇവിടെ ഒരു കാര്യമുണ്ട്, എന്ത് തോക്കുന്നതിന് മുമ്പല്ല, തെരഞ്ഞെടുപ്പ് നടക്കുന്നതിൻ്റെ തലേ ദിവസം തന്നെ രാഹുൽ ഗാന്ധി പറഞ്ഞിട്ടുണ്ട്, ദ സെയിം ഈസ് ഗോയിങ് ടു ഹാപ്പൻ. ഈ അദ്ദേഹം ഉപയോഗിച്ചൊരു വാക്കുണ്ട്, ഇൻഡസ്ട്രിയലൈസ്ഡ് വോട്ട് തെഫ്റ്റ്. വ്യാവസായിക അടിസ്ഥാനത്തിലുള്ള വോട്ട് തെഫ്റ്റാണ് ഇവിടെ നടക്കാൻ പോകുന്നത്, ബീഹാറിൽ നടക്കാൻ പോകുന്നത് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് പറഞ്ഞ കാര്യം, ഇത് വോട്ട് തെഫ്റ്റാണോ, എന്താണ് യഥാർത്ഥം നടന്നിരിക്കുന്നത് ഇനിയുള്ള ദിവസങ്ങളാണ് വെളിച്ചത്ത് വരിക. ഇന്ന് കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നുണ്ടായുള്ള അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രതികരണം വന്നിരുന്നത് പവൻ ഖേഡ, അവരുടെ ഈ മീഡിയ സെല്ലിൻ്റെ ചെയർമാനായിട്ടുള്ള പവൻ ഖേഡ 3-4 തവണ ഉപയോഗിച്ചൊരു പ്രയോഗം എന്താണെന്ന് വെച്ചാൽ, ഈ ഫൈറ്റ് എന്ന് പറയുന്നത് ജ്ഞാനേഷ് കുമാറും ബീഹാറിലെ ജനങ്ങളും തമ്മിലുള്ള ഫൈറ്റായിരുന്നു. അപ്പോൾ ബീഹാറിലെ ജനങ്ങളെ ജ്ഞാനേഷ് കുമാർ തോൽപ്പിച്ചിരിക്കുന്നു, അല്ലാതെ നരേന്ദ്രമോദി തോൽപ്പിച്ചു അല്ലെങ്കിൽ നിതീഷ് കുമാർ തോൽപ്പിച്ചു, BJP തോൽപ്പിച്ചു എന്നല്ല പവൻ ഖേഡ പറയുന്നത്. ജ്ഞാനേഷ് കുമാർ, ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ബീഹാറിലെ ജനങ്ങളെ തോൽപ്പിച്ചു എന്നുള്ളതാണ്.